തുടക്കത്തിൽ പ്രിയദർശൻ എന്നോടൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഞാൻ ശരിയല്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോഴൊക്കെ അത്ര വലിയ ഒരു ബന്ധമില്ലാതിരുന്ന കാലത്ത് തന്നെ ശ്രീനിവാസൻ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് പിൽക്കാലത്ത് പ്രിയദർശനെ തിരുത്തി അവിടുന്ന് തുടങ്ങുന്ന സൗഹൃദം ഓർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ദിവസം ഞാൻ അവിചാരിതമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം ഒന്നിച്ച് നിങ്ങൾ തിരക്കഥ, സംഭാഷണ, സംവിധാനം, അഭിനയം എല്ലാം ഉണ്ട്. അപ്പം നമുക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. വലിയ ബ്രഹ്മാണ്ഡ ചിത്രമൊന്നുമല്ല, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കണം. നല്ലൊരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനും അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എറണാകുളത്തുള്ള ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നപ്പം പെട്ടെന്ന് അദ്ദേഹം എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കല്യാണം അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാറ്റി നിർത്തിയിട്ട് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ എന്നോട് പറയുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് അന്ന് ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു സിനിമ എടുക്കണമെന്ന്, നമുക്ക് ഈ കഥയായാലോ? ഞാൻ പറഞ്ഞു, ഇതിനപ്പുറം ഒരു കഥയില്ല. കാര്യം ഇത് സൗഹൃദത്തിന്റെ, ലോകമെമ്പാടും സുഹൃത്തുക്കളുടെയും സൗഹൃദത്തിന്റെയും ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു കഥയാണിത്. തീർച്ചയായിട്ടും ഇത് വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്, നമ്മൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, എൻ്റെ അളിയനുണ്ട്, വിമലയുടെ ബ്രദർ മോഹൻ, അവൻ്റെ അടുത്ത് ഞാൻ വാക്ക് പറഞ്ഞുപോയി. അപ്പോൾ അവനാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു നിർമ്മാതാവെന്ന നിലയിൽ നിനക്കെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കഥ പൊളിയും, ഈ സിനിമ പൊളിയും ഇവിടെ വെച്ച് തന്നെ. അപ്പം ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ അല്ലേ അളിയൻ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടാണ് എം മോഹൻ ഈ കഥ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് മമ്മൂക്കയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഈ കഥ പറയുകയും റെമ്യൂണറേഷൻ ചോദിക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നൊക്കെ. എല്ലാം ഗോൾഡൻ മൊമെന്റ്സാണ്. ജീവിതത്തിലും സിനിമയിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗോൾഡൻ മൊമെന്റ്സാണ്. പിന്നീട് തട്ടത്തിൻ മറയത്ത് അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനൊരു കഥ കേട്ടു. വിനീതാണ് എഴുതിയത്. അപ്പം കഥ ഇന്നലെ തിരക്കഥ മുഴുക്ക വായിച്ചിട്ട് കുറെ കാലത്തിന് ശേഷം എനിക്ക് ദുഃഖം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നറിഞ്ഞൂടാ, എൻ്റെ കണ്ണ് നിറഞ്ഞു. നമുക്ക് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്താലോ? ഞാൻ പറഞ്ഞു, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ എന്നോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും റോൾ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ്. എല്ലാം സംവിധായകനാണ്. വിനീത് മകനാണെങ്കിലും വിനീത് തീരുമാനിക്കും. അപ്പം നമ്മുടെ കഥ കേട്ടിട്ട് എവിടെയെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും രണ്ടും ഒരാളാണ്. അവരുടെ ഇതിന് വിട്ടുകൊടുക്കണം. നമ്മൾ അതിനകത്ത് കയറി നമ്മൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമ്മൾ കൈകടത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, നമ്മളില്ലെങ്കിൽ ഇല്ല, പക്ഷെ സിനിമ ഇത് നമ്മളെടുക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വിളിച്ചിട്ട് ഒരു പൊട്ടിച്ചിരിയാണ്. ഞാൻ എന്താണ്? ഞാൻ അകത്തായി, നിന്റെ കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. ഇതാണ് അദ്ദേഹം ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി. പിന്നീട് 2 സിനിമയും വിജയിച്ചു. പിന്നീട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമ അങ്ങോട്ട് നിർമ്മിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ബിസിനസ് ആയിപ്പോൾ. അദ്ദേഹത്തിന് പല തരത്തിലുള്ള ബിസി, ഞാനും പല തരത്തിലുള്ള ബിസി. അപ്പം ഒരു നിർമ്മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 അവേഴ്സും ഒരു സിനിമയുടെ പിന്നിൽ 6 മാസം മിനിമം ശ്രദ്ധയോടെ നിൽക്കേണ്ടതാണ്. കാര്യം സാമ്പത്തികവും കൂടെ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ലുമിയർ ഫിലിംസ് എന്നുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ചേർന്നിട്ടുള്ള സിനിമാ കമ്പനി അവിടെ നമ്മൾ തൽക്കാലം നിർത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ പിൽക്കാലത്ത് പല സന്ദർഭങ്ങളിലും പല സിനിമകളും ഒക്കെ കഥകളും ഒക്കെ പറയുമ്പോഴും അദ്ദേഹം അവിടെയും അദ്ദേഹത്തിന്റെ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു തുടങ്ങി. ഈ സിനിമ നമ്മൾ എടുക്കേണ്ടതാണോ? ഇതിനകത്ത് ഇങ്ങനെ ലോജിക്ക് കുറവില്ലേ? അപ്പൊ അതിനെല്ലാം നമുക്ക് മറുപടിയില്ല. അപ്പൊ അത്രയും ശുഷ്കാന്തിയോടെ ശ്രദ്ധയോടെയാണ് അദ്ദേഹം അഭിനയമാണെങ്കിലും സംവിധാനമാണെങ്കിലും തിരക്കഥയാണെങ്കിലും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആ തരത്തിലുള്ള ആ ഒരു കർക്കശ സ്വഭാവത്തോടെയാണ്. അപ്പം ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളൊന്നുമല്ല, മെനഞ്ഞാന്നും അദ്ദേഹത്തിന്റെ ഭാര്യ വിമല ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുകേഷ്, ഇങ്ങനെ ശ്രീനേട്ടന് സംസാരിക്കാൻ ഒരു ചെറിയ വിഷമമുണ്ട്, കാര്യം ഒന്ന് വീണു,
ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞില്ല. അല്ല, അങ്ങനെ വലിയ ആരെ അറിയിപ്പിച്ചൊന്നുമില്ല, കാലൊന്ന് ചെറിയ വേദനയുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. ഇൻകം ടാക്സിന്റെ പിന്നെ ഇത് അടയ്ക്കേണ്ട സമയമായി, ഒരു ചെറിയ പേപ്പർ മിസ്സിംഗ് ഉണ്ട്, അത് ഓഡിറ്ററുടെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എറണാകുളത്തോട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് നേരെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വെച്ച് ഇന്ന് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ശരിക്കും എനിക്ക് മാത്രമല്ല ഒരു സുഹൃത്തെന്ന നിലയിലും സിനിമാക്കാരനെന്ന നിലയിലും, മലയാള സിനിമ മാത്രമല്ല അദ്ദേഹം നാഷണൽ അവാർഡും ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. ചിന്താവിഷ്ടയ ശ്യാമള, അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഒരുപാട് മെസ്സേജസ് ഉണ്ട്, ഒരുപാട് വിമർശനങ്ങളുണ്ട്. അതെല്ലാം അദ്ദേഹത്തിനെതിരെ വലിയ ആഞ്ഞു വീശാഞ്ഞതിന്റെ കാര്യം അതിന്റെയൊക്കെ പുറത്ത് നർമ്മം പുരട്ടിയിരുന്നു. അത് ആരുടെ നെഞ്ചത്തേറ്റാലും അദ്ദേഹത്തിന് ചിരിക്കാനല്ലാതെ തിരിച്ചൊരു വഴക്കിടാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം കൊടുത്തിരുന്നില്ല. ഈ നഷ്ടം ശരിക്കും തീരാ നഷ്ടമാണ്. എല്ലാ മേഖലകളിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമാണ്. എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന, എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ലെങ്ത് കറക്റ്റായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് അദ്ദേഹം പോയത്. ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി. നടൻ ശ്രീനിവാസൻ എന്നെ അനുസ്മരിക്കുന്നതായിരുന്നു മുകേഷ്. അവർ തമ്മിലുള്ള ബന്ധം, ഒപ്പം സിനിമാ നിർമ്മാണ കാലഘട്ടങ്ങളും അടക്കമുള്ള ആ വ്യക്തിപരമായ അടുപ്പം ആണ് മുകേഷ് പങ്കുവച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം, ശ്രീനിവാസൻ്റെ മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിന്നും അത് വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ തുടരുന്നു. ആജ്ഞ, മൃതദേഹം വീട്ടിലേക്കാണോ മാറ്റിയത്? നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, ശ്രീനിവാസൻ്റെ മൃതദേഹം അത് ആശുപത്രിയിൽ നിന്നും മാറ്റുന്ന ദൃശ്യങ്ങളാണ്. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്കാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം അല്പ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒന്ന് വീണിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും വീട്ടിൽ നിന്നും ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ മരണം സംഭവിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ മറ്റു ചടങ്ങുകൾ, പൊതുദർശനവും സംസ്കാര ചടങ്ങുകൾ നടക്കും. സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ആദരവ് അദ്ദേഹത്തിന് നൽകും. അതാണ് സിനിമാ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മന്ത്രി സജി ചെറിയാൻ നേരത്തെ വ്യക്തമാക്കിയത്. 1 മണി മുതലാണ് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുന്നത്. സംസ്കാരം സംബന്ധിച്ച് തീരുമാനമുണ്ടാവില്ല. രാജേന്ദ്ര മൈതാനിയിൽ മറ്റും പൊതുദർശന സാധ്യതയുണ്ട്. നേരത്തെ മന്ത്രി വ്യക്തമാക്കിയതും അതുതന്നെയാണ്. മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 1 മണി മുതൽ ടൗൺ ഹാളിൽ പൊതുദർശനം എന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അറിയിപ്പ്. എന്തായാലും ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ ബാക്കിയാവുന്നത്, അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ ഏറെ വികാര വായ്പകളോടെ, അതിലേറെ ശ്രീനിവാസൻ്റെ സിനിമാ ലോകത്തെ ഓർത്തെടുത്തുകൊണ്ട് അനുസ്മരിക്കുമ്പോൾ പലർക്കും പല അനുഭവങ്ങളും പങ്കുവയ്ക്കാനുണ്ടാവും. ആ അടുപ്പവും സാഹചര്യവുമാണ് ഓരോ സിനിമകളും, ശ്രീനിവാസൻ സൃഷ്ടിച്ച ഓരോ സിനിമകളും പിറവിയെടുത്തതിന് പിന്നിൽ ഒരു